നമുക്ക് നമ്മുടെ വീട്ടില് ചന്ദന കൃഷി നടത്താൻ നമുക്ക് പറ്റും. ഇത് മുറിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ചന്ദനം എന്ന് പറയുന്നത് തൊടാൻ പാടില്ല, മുറിക്കാൻ പാടില്ല, മുറിച്ച് വിൽക്കാൻ പാടില്ല, മുറിച്ച് വിറ്റാൽ കേസാകുമെന്നൊക്കെ ധാരണയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ ചന്ദന കൃഷി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചന്ദനമരം നട്ട് അത് വളർത്തി വലുതാക്കി വെട്ടി വിറ്റാ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആൾക്കാർ ഫ്രോഡായിട്ടല്ലേ ചിന്തിക്കുള്ളൂ. അതായത് ഇത് മുറിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രതി വർഷം ഇന്ത്യയിൽ 2000 ടൺ ചന്ദനത്തിന്റെ ആവശ്യകതയുണ്ട്. ഇത് ആവശ്യമുള്ള സമയത്ത് ഇത് വെട്ടിമുറിച്ച് പുറത്തു കൊണ്ടായാലോ. അതുകൊണ്ടാണ് ഇത് ബേൺ ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്പോർട്ടിങ് പാടില്ല, മുറിക്കാൻ പാടില്ല, കാരണം മുറിച്ച് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ആവശ്യമുള്ള ഒരു ഏറ്റവും ഡിമാൻഡുള്ള വൃക്ഷമാണ് ചന്ദനം. നമുക്ക് നമ്മുടെ വീട്ടില് ചന്ദന കൃഷി നടത്താൻ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ 2 മാസത്തിന് മുന്നേ ഒരു ചേഞ്ച് ലോയ്ക്ക് വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു ആ ഒരു? അതായത് മരങ്ങൾ സ്വയമേവ നട്ടു വളർത്തുന്ന മരങ്ങൾ മുറിക്കുക.